ആലപ്പുഴയിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ചേർത്തലയിൽ വീട്ടുവളപ്പിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം കൊലപാതക പരമ്പരയെന്ന് സൂചന. ചേർത്തല സ്വദേശി ഐഷ തിരോധാന കേസിലും അറസ്റ്റിലായ സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്നതാണ് പോലീസിന്റെ നിഗമനം. ജൈനമ്മയ്ക്കും ബിന്ദു പത്മനാഭനും പുറമെ ഐഷ തിരോധാന കേസിലേക്കും ക്രൈംബ്രാഞ്ച് അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. കത്തിച്ച നിലയിൽ കണ്ടെത്തിയ അസ്ഥികൾക്കൊപ്പം ലഭിച്ച പല്ല് നിർണായക സൂചനയായി. പ്രതി സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് നടത്തുകയാണ്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഇതൊരു ധർമ്മസ്ഥലയുടെ മീനിയേച്ചർ സംഭവമാണോ ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ സംശയം ഉയർന്നു വരികയാണ്. ഒട്ടേറെ കൊലപാതക പരമ്പരകളുടെ പേരുകളൊക്കെ ഇപ്പോൾ പറഞ്ഞു വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? തെളിവെടുപ്പ് ഏത് പ്രകാരമാണ് നടക്കുന്നത്? 2012 കാണാതായ ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭൻ, അവരുമായി ബന്ധപ്പെട്ട അന്വേഷണം പിന്നീട് കഴിഞ്ഞ സമീപ ദിവസങ്ങളിൽ എത്തുന്നത് കോട്ടയം സ്വദേശിനിയായ ജൈനമ്മയിലാണ്. അപ്പോൾ ഇത് 2 തിരോധാന കേസുകളായി മാറി. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും പുതിയതായി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു കേസാണ്. അത് ഐഷ തിരോധാന കേസാണ്. ചേർത്തല സ്വദേശി തന്നെയാണ്. അവരെ കാണാതാകുന്നതും 2012-ലാണ്. അതായത് ഇതുവരെ കാണാതായ 3 സംഭവങ്ങൾ, 3 തിരോധാന കേസുകളും 2010-നും 2016-നും ഇടയിൽ സംഭവിച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഈ 3 സ്ത്രീകളും സെബാസ്റ്റ്യനുമായി പല ബന്ധങ്ങളും ഉള്ളതാണ്. അതായത് റിയൽ എസ്റ്റേറ്റ് ഇടപാടടക്കം 3 പേരുമായി നടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ സ്ഥലക്കച്ചവടം, സ്വർണ്ണ ഇടപാടുകളടക്കം ഈ 3 സ്ത്രീകളുമായുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ചേർത്തലയിലുള്ള ഒരു സ്ഥാപനത്തിൽ, പണമിടപാട് സ്ഥാപനത്തിൽ, ശ്രീ വെങ്കടേശ്വര ജ്വല്ലറി എന്ന സ്വർണം പണയം വിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ ഈ സെബാസ്റ്റ്യനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെതാണ് തെളിവെടുപ്പ്. ഈ കാണാതായ ജൈനമ്മയിൽ നിന്നും ലഭിച്ച സ്വർണം ഇവിടെ എത്തിച്ച് വിൽപ്പന നടത്തി എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി സെബാസ്റ്റ്യനുമായി ഈ സ്ഥാപനത്തിലെത്തിയുള്ള തെളിവെടുപ്പ്. ഇതുകൂടാതെ സ്വർണം പണയം വെച്ച ഒരു ധനകാര്യ സ്ഥാപനം ഇതിനോട് ചേർന്ന് തന്നെയുണ്ട്. അവിടെയും സെബാസ്റ്റ്യനെ എത്തിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ്റെ ചേർത്തല പള്ളിപ്പുറത്തുള്ള വീടാണ്. അവിടെ നിന്നാണ് ഈ അസ്ഥികൾ കണ്ടെത്തിയത്. അവിടെയും സെബാസ്റ്റ്യനെ എത്തിക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. നിലവിൽ അതിൽ സ്ഥിരീകരണമില്ല. എന്തായാലും ഈ തെളിവെടുപ്പ് അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകും. അതിന് ശേഷമായിരിക്കും ആ വീട്ടിലേക്ക് പോവുക. വീട്ടിൽ നിന്ന് കിട്ടിയ അസ്ഥികളിൽ നിന്ന് കണ്ടെത്തിയ ക്ലിപ്പിട്ട ഒരു പല്ല്, ആ പല്ലാണ് ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ടൊരു കണക്ഷൻ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഐഷയുടെ ബന്ധുക്കളുടെ DNA കൂടി പരിശോധിക്കാൻ, DNA സാമ്പിൾ കൂടി ശേഖരിക്കാൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണ് പ്രതിയുള്ളത്. ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം കൂടി ഈ ബിന്ദു തിരോധാനം ഒപ്പം ഐഷ തിരോധാന കേസുകളുടെ വിശദമായ അന്വേഷണത്തിന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. തെളിവെടുപ്പ് നടക്കുന്നത് അശ്വിൻ ഒരു ജ്വല്ലറിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ കൂടി വിവരങ്ങൾ. അനുജ, ഒരു ചെറിയ സ്ഥാപനമാണ്. ശ്രീ വെങ്കടേശ്വര ജ്വല്ലറി എന്ന പൂനെ സ്വദേശി കഴിഞ്ഞ 30 വർഷമായി ഇവിടെ നടത്തുന്ന സ്ഥാപനമാണ്. ഇവിടെ ഈ ജൈനമ്മയിൽ നിന്ന് വാങ്ങിയ സ്വർണം അതൊരു ബാങ്കിൽ പണയം വെച്ചു. അവിടെ നിന്ന് അത് എടുത്ത് ഇവിടെ വിൽപ്പന നടത്തി എന്നുള്ള രീതിയിലാണ് നിലവിൽ പോലീസ് അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട മറ്റ് കണക്കുകൾ, അതിൻ്റെ അന്ന് ഇത് നടത്തിയ ഇടപാടുകളുമൊക്കെ ബന്ധപ്പെട്ട പരിശോധനയാണ് ഇപ്പോൾ ധനകാര്യ സ്ഥാപനത്തിൽ നടത്തുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് സെബാസ്റ്റ്യൻ ഇവിടെ എത്തിയത് എന്ന ഈ കടയുടമയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇതിനോട് ചേർന്ന് ചില ആധാരം എഴുത്ത് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹം ഈ സെബാസ്റ്റ്യൻ ഒരു സ്ഥലക്കച്ചവട ബ്രോക്കർ കൂടിയാണ്. അത്തരത്തിലുള്ള ഇടപാടുകൾക്കായി സജീവമായി പല സമയങ്ങളിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ധനകാര്യ സ്ഥാപനത്തിൽ, ചെറിയ ധനകാര്യ സ്ഥാപനത്തിലേക്ക് സെബാസ്റ്റ്യൻ ഈ സ്വർണവുമായി എത്തുന്നതും ഇവിടെ വിൽപ്പന നടത്തുന്നതും. എന്തായാലും നിലവിൽ സെബാസ്റ്റ്യൻ ഇവിടെ എത്തി കാര്യങ്ങളെല്ലാം ക്രൈംബ്രാഞ്ച് സംഘത്തോട് വിശദീകരിക്കുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യലുമായി തീരെ സഹകരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ചില കാര്യങ്ങളൊക്കെ പോലീസ് തന്നെ, ക്രൈംബ്രാഞ്ച് തന്നെ ചോദിച്ച് അതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. അനുജ്.